ശിവദാസുമായിട്ട് എനിക്ക് ഉള്ളത് ഏതാണ്ടൊരു 30 വർഷത്തെ സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ച് കാർബറണ്ടം യൂണിവേഴ്സിറ്റിയിൽ ഒരേ കാലയളവിൽ ജോലി ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അന്നു മുതലേ ശിവദാസനിലെ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കമ്പനിയിലെ പല കോമ്പറ്റീഷൻസിലൊക്കെ ആണെങ്കിലും അദ്ദേഹം പല പുരസ്കാരങ്ങളും നേടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ശിവദാസന് ഈ രചനയിൽ അധികമൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, ജോലി തിരക്കുകൾ മൂലം. അപ്പോൾ പിന്നീട് അദ്ദേഹം ജോലിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പറവൂരിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് സമ്മാനദാനം നിർവഹിക്കാൻ വരികയും ചെയ്തത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് അദ്ദേഹത്തിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ചും കൂടി വിപുലമായ രീതിയിൽ. അപ്പോൾ അതിനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞാൻ അദ്ദേഹത്തിന് നേരുന്നു. എല്ലാ ആശംസകളും. നമസ്കാരം. എൻ്റെ കലാജീവിതം എന്ന് പറഞ്ഞാൽ കല ഉള്ളിൽ വെച്ചുള്ളൊരു ജീവിതം തന്നെയായിരുന്നു. അതായത് പഠിക്കുന്ന കാലത്ത് ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കാത്തതിനാൽ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന കല അല്ലെങ്കിൽ പെയിൻറ്റിങ്. ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള ആഗ്രഹം നടന്നില്ല. പിന്നീട് കോളേജിൽ ചേർന്ന് പഠിച്ച് ജോലിയായി, ജോലിയുടെ തിരക്കുകളിൽ പെട്ടുപോയി. അപ്പോഴും കല ഉള്ളിൽ തന്നെ കിടന്നു. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന ഈ അടുത്ത കാലത്ത് ഏകദേശം 1-1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ചിത്രരചനയിൽ ഗൗരവമായിട്ട് ഇറങ്ങിയിട്ട്. ഈ കാലയളവിൽ ഞാൻ വരച്ച ഏകദേശം 25 ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ക്രിസ് ക്യാപ്പൽ കോളേജിൽ വെച്ച് നടന്ന ഈ എക്സിബിഷൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എന്താ പറയുക, ഒരു ഡ്രീം കം ത്രൂ എന്ന് തന്നെ പറയാം. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എക്സിബിഷൻ നടത്തുക എന്നുള്ളത്. എൻ്റെ കൂടെ 1-2 ആർട്ടിസ്റ്റുകളും കൂടി ഉണ്ടായിരുന്നു. KP ജോഷി, അതുപോലെ തന്നെ ഗിരിജ, ഇത്രയും പേരുടെ ചിത്രങ്ങളും കൂടി അന്ന് ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ആഗ്രഹം നടക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന് എൻ്റെ ഒപ്പം നിന്ന ഈ കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമയ്യ ടീച്ചർ, ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിന്ന് അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നവരാണ്. സുമയ്യ ടീച്ചറോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ചിത്രരചനയിൽ ശിവദാസൻ്റെ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവൻ
ശ്രീ വേലായുധൻ നായർ ആയിരുന്നു. മിലിറ്ററിയിലായിരുന്ന അദ്ദേഹം ലീവിന് വരുമ്പോൾ ശിവദാസന് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിനാവശ്യമായുള്ള ബ്രഷും പെയിന്റും ക്യാൻവാസും എല്ലാം അദ്ദേഹം നിരന്തരം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ശിവദാസനിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ചിത്രരചന ഉണർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അമ്മാവൻ വഹിച്ച പങ്ക് നിസ്സാരമല്ല. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്.